ഹലോ ഗൈസ്. അപ്പോൾ നമ്മുടെ ആക്ടർ വിനായകൻ വീണ്ടും എയറിലായിരിക്കുകയാണ്. നമുക്കറിയാം, ഇതിനു മുന്നേയും ഇത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒക്കെ അദ്ദേഹം എയറിലായിട്ടുണ്ട്. ഈ സോഷ്യൽ മീഡിയ കയറി പൊങ്കാല കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തെ. ഇപ്പോൾ ഇതാ വീണ്ടും ഒരു വിഷയം വിനായകൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നു. അതായത് വിനായകൻ താമസിക്കുന്ന കൊച്ചിയിലെ ഫ്ലാറ്റിൻ്റെ ബാൽക്കണിയിൽ വന്നിട്ട് അയൽവാസിയെ തെറി വിളിക്കുകയും അതേപോലെ തന്നെ മുണ്ടൂരി കാണിച്ചു എന്നൊക്കെയാണ്. മുണ്ടൂരി കാണിച്ചതിൻ്റെയൊക്കെ വീഡിയോ ആണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ഇതിലിപ്പോൾ വിനായകൻ മാപ്പൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതാ ന്യൂസ് ഇപ്പോൾ ഞാൻ സോഷ്യൽ മീഡിയ കയറി നോക്കിയപ്പോഴാണ് കണ്ടത്. എന്നിരുന്നാൽ പോലും ഈ ന്യൂസ് ഞാൻ ഇന്നലെ രാത്രിയാണ് കണ്ടത്. വിനായകൻ്റെ ഒരു നേച്ചർ അറിയാലോ, ഇത്തരത്തിൽ പെട്ടെന്ന് പ്രൊവോക്ട് ആവുന്ന അത്തരത്തിലുള്ള ഒരു ക്യാരക്ടറാണെന്ന് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ. ഇതിന് മുന്നേയുള്ള ഒരുപാട് സംഭവങ്ങളിൽ നിന്ന് നമുക്കത് മനസ്സിലായതാണ്. പക്ഷേ എന്തിൻ്റെ പേരിലാണെങ്കിലും തെറി വിളിക്കുന്നതും വേണമെങ്കിൽ തെറ്റാണ് എന്ന് പോലും പ്രൊവോക്ട് സമയത്ത് നമ്മളും അറിയാതെ വിളിച്ചു പോകും പല കാര്യങ്ങളൊക്കെ. എന്നിരുന്നാൽ പോലും മുണ്ടൂരി കാണിക്കുക എന്ന് പറഞ്ഞാൽ അതാണ് നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യം. ആരോ ഏതായാലും കറക്റ്റായിട്ട് വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ അത് നല്ല രീതിയിൽ വൈറലായിട്ടുണ്ട്. ഇനി ഗ്രീഷ്മയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ, ഞാൻ ഇന്നലെ പറയണമെന്ന് വിചാരിച്ചതാണ്. ഗ്രീഷ്മ ഏതായാലും ഇപ്പോൾ കീഴ്ക്കോടതിയാണല്ലോ വധശിക്ഷ വിധിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതായാലും മേൽക്കോടതിയിലേക്ക് അപ്പീൽ പോകാനേ ഉള്ളൂ. ഏതായാലും ഇപ്പോൾ ഗ്രീഷ്മ ഹൈക്കോടതിയിലേക്ക് അപ്പീലുമായിട്ട് പോയിട്ടുണ്ട്. ഈ ശിക്ഷ റദ്ദാക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. പ്രധാനമായിട്ടും അവർ പറയുന്ന ഒരു കാര്യങ്ങളെന്ന് പറഞ്ഞാൽ മുന്നേ പറഞ്ഞത് തന്നെയാണ്. പ്രായം, അതേപോലെ തന്നെ പഠനം, പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം പൊതുവികാരത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വിധി ഈ കീഴ്ക്കോടതിയിൽ നിന്ന് ഉണ്ടായത് എന്നാണ് പ്രധാനമായിട്ടും ഇത് റദ്ദാക്കാൻ വേണ്ടിയിട്ട് അവർ പറയുന്ന കാര്യം. കോടതി ഇതൊരു അസാധാരണ കേസായിട്ടാണ് പരിഗണിച്ചത്. അതിന്റെ ഭാഗമായിട്ടാണ് വധശിക്ഷ വിധിച്ചത്. അപ്പോൾ ഇത് അങ്ങനെ പരിഗണിക്കേണ്ട ഒരു കേസല്ല എന്നും കൂടി ഉണ്ടെന്ന് തോന്നുന്നു. ആ ഒരു രീതിയിൽ കൂടിയാണ് ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. എന്നിരുന്നാലും ഞാൻ മുന്നേ പറഞ്ഞത് തന്നെ ഇപ്പോഴും പറയുന്നു. ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിൽ ഇതിൽ രണ്ടഭിപ്രായം പറയുന്നുണ്ട്. വധശിക്ഷ ലഭിക്കണം അല്ലെങ്കിൽ വധശിക്ഷ ലഭിക്കേണ്ട, അങ്ങനെ ഒരു വിധി വേണ്ട എന്ന് പറയുന്നവരും ഒക്കെ ഉണ്ട് സോഷ്യൽ മീഡിയയിൽ. അങ്ങനെ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉള്ളതായിട്ട് ഞാൻ കണ്ടു. ഞാനിപ്പോഴും എൻ്റെ അഭിപ്രായത്തിൽ നിന്ന് മാറിയിട്ടൊന്നുമില്ല. വധശിക്ഷ പരമാവധി ശിക്ഷ കിട്ടണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. വധശിക്ഷ തന്നെ കിട്ടിയപ്പോൾ അത് ഗ്രീഷ്മ അർഹിക്കുന്ന ശിക്ഷയാണെന്ന് തന്നെയാണ് ഞാനിതിന് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞത്. അത് തന്നെയാണ് ഞാനിപ്പോഴും പറയുന്നത്. പ്രധാനപ്പെട്ട ഒരു കാരണം ഞാൻ ഇന്നലെ പറയാത്തതാണ്. ഇന്നലത്തെ വീഡിയോയിൽ എന്തോ പറയാൻ വിട്ടുപോയതാണെന്ന് തോന്നുന്നു. അതായത് ഈ ഗ്രീഷ്മ ഇതിനു മുന്നേയും ഈ പറയുന്ന ഷാറൂഖിനെ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോഴൊന്നും ഇത് നടന്നിട്ടില്ല. എന്തോ ആ ചെറുക്കൻ്റെ ആയുസിൻ്റെ നീട്ടം കൊണ്ടാണെന്ന് തോന്നുന്നു, ആയുസിൻ്റെ ബലം കൊണ്ടാണെന്ന് തോന്നുന്നു അന്ന് അങ്ങനെയൊന്നും സംഭവിക്കാതിരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നിരന്തരം കൊല്ലാൻ ശ്രമിച്ചിട്ട് അതിനുശേഷം അവസാനമാണ് ഷാറൂഖ് ഇത്തരത്തിൽ ക്രൂരമായിട്ട് വധിക്കപ്പെടുന്നത്. അപ്പോൾ ഒരു തരത്തിലുള്ള ദയയും ഗ്രീഷ്മയോട് കാണിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, സോഷ്യൽ മീഡിയയിൽ ഈ ഒരു വിധിയെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും ഉണ്ട് എന്ന്. അപ്പോൾ നമ്മൾ ഈ വിധി അനുകൂലിക്കുന്നവരൊക്കെ തന്നെ, ഞാൻ ഉൾപ്പെടെയുള്ളവർ, ഒരു മാനുഷികമായിട്ട് അല്ലെങ്കിൽ മനുഷ്യത്വപരമായിട്ടുള്ള ഒരു സമീപനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത്. എന്നാൽ നിയമം എന്നുള്ള ഒന്നുണ്ട്, അത് എൻ്റെ ഡിഫറൻ്റ് ആണ്. അവിടെ മനുഷ്യത്വപരമായിട്ടുള്ള ചിന്തകൾക്ക് സ്ഥാനം ഉണ്ടോ എന്നൊന്നും ചോദിച്ചാൽ എനിക്കറിയില്ല. എന്നിരുന്നാൽ പോലും നിയമത്തിന്റെ വഴിക്ക് തന്നെ നീങ്ങും. നമ്മൾ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നത്, ഈ നിയമത്തിലൂടെ തന്നെ ഗ്രീഷ്മയ്ക്ക് ഇത്തരത്തിലുള്ള ഒരു ശിക്ഷ ലഭിക്കണമെന്ന് തന്നെയാണ്. മാനസിക വികാരത്തിന്റെ അടിസ്ഥാനത്തിൽ, മനുഷ്യത്വത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാനൊരു കാര്യം പറയാം. ഈ ഗ്രീഷ്മയുടെ പ്രായവും അതേപോലെ തന്നെ ഗ്രീഷ്മയുടെ പഠിപ്പിനെ കുറിച്ചൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ. ഇത്തരത്തിൽ ഗ്രീഷ്മയുടെ അതേ പ്രായം, അതല്ലെങ്കിൽ ഏകദേശം അതേ പ്രായം തന്നെയാണ് ഞാൻ ന്യൂസിലൊക്കെ കേട്ടത്. അതേ പ്രായത്തിലുള്ള ഇനിയും ഒരുപാട് മുന്നോട്ട് ജീവിക്കാനുണ്ടായിരുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരനെയാണ് ഈ ഗ്രീഷ്മ കൊന്നത്.